ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1729. ഇന്ന് സെപ്റ്റംബർ മാസം 24-ാം തീയതി, 268-ാമത്തെ ദിവസത്തിലെത്തി. നമ്മൾ എത്രയോ കാലമായി ക്രിസ്തു ഭക്തരായിട്ട്, ക്രിസ്തു അനുയായിയായിട്ട് ജീവിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്തുമാത്രം ക്രിസ്തു അംശം നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ക്രിസ്തു അംശത്തെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? വല്ലപ്പോഴുമെങ്കിലും വ്യാകുലപ്പെടുന്നുണ്ടോ? ഒന്ന് ധ്യാനിക്കുന്നുണ്ടോ? ഉള്ളിലൊരു ക്രിസ്തു അംശത്തെ ഒന്ന് ഉറപ്പുവരുത്തല്ലേ. ശാസ്ത്രിമാരോടും പരീശന്മാരോടുമൊക്കെയാണ് അന്ന് ക്രിസ്തുയേശു ഇങ്ങനെ പറഞ്ഞത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23-ാം അധ്യായം കാര്യമായിട്ടൊന്ന് വായിക്കാവൂ. അവർ ഭാരമുള്ള ചുമടുകൾ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു. ഒരു വിരല് കൊണ്ടുപോലും അവർ അതിൽ നിന്ന് തൊടാനായിട്ട് മെനക്കെടുന്നില്ല, മനസ്സാവുന്നില്ല. പറഞ്ഞു വരുന്നത്, നമുക്കൊപ്പമുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ എന്തുമാത്രം അനാവശ്യമായി ഭാരപ്പെടുത്തുന്നുണ്ടാവും. അനാവശ്യമായി ഭാരപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് ഭാരപ്പെടുത്താം എന്നൊരു ധ്വനിയുണ്ട്. അതും ക്രിസ്തുയേശുവിന് നിരക്കുന്നതാണ്? ഒരിക്കലുമല്ല. ആവശ്യത്തിനായാലും അനാവശ്യത്തിനായാലും സഹജീവികളെ ഭാരപ്പെടുത്താതിരിക്കാമോ? എങ്ങനെയാണ് നമ്മളൊക്കെ അല്പമെങ്കിലും ക്രിസ്തു അംശമുള്ള ആളുകളായിട്ട് മാറുക? നമ്മുടെ ജീവിതം കൊണ്ടാണ്, വിചാരം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടുമൊക്കെയാണ് നമ്മൾ ക്രിസ്തു അനുയായി ആണെന്ന് നമ്മളെ തന്നെ ലോകത്തെയും ബോധ്യപ്പെടുത്തേണ്ടത്. മനുഷ്യരെയൊക്കെ നമ്മൾ കുറെ കൂടി ആദരവോടെ എന്നു മുതലാ കണ്ടു തുടങ്ങുക. ഒപ്പമുള്ള മനുഷ്യരെ കാരണം കൂടാതെ വേദനിപ്പിക്കുന്നതിന് ഒരു അതിരൊക്കെ വേണ്ടേ? കാരണത്തിനോ കാരണമില്ലാതെയോ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. പലരും പ്രതികരിക്കുന്നില്ല, ശരിയാണ്. പ്രതികരിക്കാത്തവരെല്ലാവരും പ്രതികരണശേഷി ഇല്ലാത്തവരൊന്നുമല്ല. പ്രതികരിച്ച സമയം നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്തവരാ. പിന്നിങ്ങനെ പ്രതികരിച്ച് സ്വയം വഴിതെറ്റാനായിട്ട് ഒട്ടും ആഗ്രഹമില്ലാത്തവരുമായിരിക്കാം അവരൊക്കെ. ഒരു ക്രിസ്തു അംശമുള്ള മനുഷ്യരാൽ നമുക്കൊന്ന് മാറിയാലോ. ആരെയും ഭാരപ്പെടുത്താതെയും ആരെയും വേദനിപ്പിക്കാതെയും ഒക്കെ നമ്മുടെ ജീവിതം ഒന്ന് പൂർത്തീകരിച്ചാലോ. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.